പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബിസിനസ് സ്റ്റഡീസ് വിഷയത്തിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ വരുന്ന ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അവിടെ കാണിക്കാൻ പറ്റില്ല. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഒരു ചോദ്യപേപ്പറിൽ വന്ന 20ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് സജസ്റ്റഡ് ബൈ ഹെൻറി ഫയോൾ ഇൻ 1 or 2 സെൻറ്റൻസസ്. അതായത് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽപ്പെട്ട 4 പ്രിൻസിപ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു. യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അത് രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സ്കാലാർ ചെയിൻ ഇനി പിന്നീട് വരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ, മറ്റൊരു ചോദ്യത്തിൽ വന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ എ സെക്ഷൻ എടുക്കട്ടെ, ബി സെക്ഷൻ, ബി പാർട്ട് നോക്കാം. ഇനീഷ്യേറ്റീവ്, ഓർഡർ, എസ്പിരിറ്റ് ഡി കോപ്സ്, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്. അത് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽപ്പെട്ട ഒരു 5 പ്രിൻസിപ്പിൾസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ്. എ പാർട്ടിൽ അതിൻ്റെ മീനിങ് വന്നിട്ടുണ്ട്, ബി പാർട്ടിൽ ആ പ്രിൻസിപ്പിൾസും വന്നിട്ടുണ്ട്. അത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഇനീഷ്യേറ്റീവ്, ഓർഡർ ഇതെല്ലാം നമുക്ക് പഠിക്കാണ്ട്, എസ്പിരിറ്റ് ഡി കോപ്സ് പഠിക്കാണ്ട്, ഡിസിപ്ലിൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. യൂണിറ്റി ഓഫ് കമാൻഡ് ഈ വീഡിയോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് നോക്കിയിട്ടോ എന്ത് ചെയ്യുക, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സിലേക്ക് എഴുതി വെക്കണം. നമുക്ക് ഒരു ചോദ്യങ്ങളെ പറ്റി, ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനെ പറ്റി ഒരു ധാരണയുണ്ടാവാൻ അത് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ 4th പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ്. Unity of command means an individual employee should receive orders from only one superior at a time. അതായത് ഏതൊരു എംപ്ലോയിക്കും ഒരേ സമയം, ഒരു സമയത്ത് ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകളും കമാൻഡുകളും കിട്ടാൻ പാടുള്ളൂ. An individual employee should receive orders from only one superior at a time. ഇനി അതോടൊപ്പം തന്നെ ആൻഡ് ദാറ്റ് എംപ്ലോയി ഷുഡ് ബി ആൻസറബിൾ ഓൺലി ടു ദാറ്റ് സുപ്പീരിയർ. ആ എംപ്ലോയി ആ സുപ്പീരിയറോട്, ആ ഏക സുപ്പീരിയറോട് മാത്രമേ ബാധ്യതപ്പെടാനും പാടുള്ളൂ, ആൻസറബിൾ ആയിട്ട് ഇരിക്കുന്നുള്ളൂ, റെസ്പോൺസിബിൾ ആയിട്ടുള്ളൂ. അതായത് ദർ ഷുഡ് ബി ഓൺലി വൺ ബോസ് ഫോർ എവരി എംപ്ലോയി ഓർ ദർ ഷുഡ് ബി ഓൺലി വൺ സുപ്പീരിയർ ഫോർ എവരി സബോർഡിനേറ്റ്. അതായത് എല്ലായ്പ്പോഴും ഒരു തൊഴിലാളിക്ക്, ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റിന് ഒരു സമയത്ത് ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകളും കമാൻഡുകളും കിട്ടാൻ പാടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പഠിച്ചു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്കിൽപ്പെട്ട ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അവിടെ നമ്മൾ പറയുകയുണ്ടായി, അവിടെ ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അവിടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ടെക്നിക്ക് തന്നെ എന്താണ്, ഒരു സമയം വർക്കർക്ക് തൊട്ട് മുകളിലായിട്ട് 8 ബോസുമാരുണ്ടായിരിക്കും. ഒരേ സമയം 8 ബോസുമാരിൽ നിന്ന്, അതായത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 4, അങ്ങനെ 8 ബോസുമാരുടെ നിർദ്ദേശങ്ങൾ ഒരു വർക്കർക്ക് ഒരേ സമയം ഫോളോ ചെയ്യണം, കമാൻഡുകൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത്. ഇവിടെ എന്താണ്, ദർ ഷുഡ് ബി വൺ ബോസ് ഫോർ ഈച്ച് വർക്കർ. ഓരോ വർക്കർക്കും ഒരു ബോസേ ഒരേ സമയം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരേ ബോസിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ. യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലുള്ള അഡ്വാൻറ്റേജസുകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, നോ കൺഫ്യൂഷൻ ടു സബോർഡിനേറ്റ്സിന് ഒരു കൺഫ്യൂഷനും ഉണ്ടാവുകയില്ല. അതായത് ഒരേ സമയം ഒന്നിലധികം ബോസുമാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കമാൻഡുകൾ വന്നു കഴിഞ്ഞാൽ സബോർഡിനേറ്റിന് കൺഫ്യൂഷനാണ്. ആരുടേത്, ഏത് ബോസിൻ്റെ ഓർഡർ അല്ലെങ്കിൽ കമാൻഡ് അനുസരിക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും. ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ്, ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സമയത്ത് ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് കമാൻഡ് കിട്ടാൻ പാടുള്ളൂ, കിട്ടുകയുള്ളൂ എന്നുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുമ്പോൾ അവിടെ കൺഫ്യൂഷനില്ല. ഒരു സുപ്പീരിയറെ അനുസരിക്കണം, ഒരു ബോസിനെ അനുസരിക്കാനേ ഉള്ളൂ. അപ്പോൾ നോ കൺഫ്യൂഷൻ ടു സബോർഡിനേറ്റ്സ്. ദെൻ സെക്കൻഡ് വൺ, റെസ്പോൺസിബിലിറ്റീസ് ക്യാൻ ബി ഈസിലി ഫിക്സഡ്. ഓരോ സബോർഡിനേറ്റ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ദെൻ തേർഡ് വൺ, അവോയ്ഡ് ഈഗോ ക്ലാഷ് ബിറ്റ്വീൻ സുപ്പീരിയേഴ്സിനിടയിലുള്ള ഈഗോ ക്ലാഷ് ഒഴിവാക്കാൻ സാധിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് പ്രിവെൻറ്റ്സ് ഡ്യുവൽ സബോർഡിനേഷൻ. ഒരേ സമയത്ത് ഒന്നിലധികം സുപ്പീരിയേഴ്സിൻ്റെ സബോർഡിനേറ്റ് ആവുക എന്നുള്ള അവസ്ഥ ഒഴിവാക്കുന്നു. ഡ്യുവൽ സബോർഡിനേഷൻ, അതായത് മൾട്ടിപ്പിൾ സബോർഡിനേഷൻ എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു, ഒഴിവാക്കുന്നു, തടയുന്നു. ഓക്കെ, then Fayol's principles of management, 5th principle, unity of direction. It refers
Each group of activities having the same objective must have one head and one plan. അതായത് ഒരേ ലക്ഷ്യമുള്ള ഓരോ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിക്കും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ഹെഡും ഒരു പ്ലാനും എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ്. Each group of activities means each department having the same objective must have one head and one plan. That is, one head and one plan and one manager എന്നീ പേരുകളെല്ലാം ഇത് അറിയപ്പെടാറുണ്ട്. ഈ പ്രിൻസിപ്പിൾ ഷോർട്ടായി സൂചിപ്പിക്കാറുണ്ട്. വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ അല്ലെങ്കിൽ വൺ പ്ലാൻ ആൻഡ് വൺ മാനേജർ. പരീക്ഷകൾക്ക് ഇത് തന്നിട്ട് ഇത് ഏത് പ്രിൻസിപ്പിളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയാറുള്ളത്. വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ അല്ലെങ്കിൽ വൺ പ്ലാൻ ആൻഡ് വൺ മാനേജർ. ഇത് ഏത് പ്രിൻസിപ്പിളാണ്? യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ജ്വല്ലറി ഡിപ്പാർട്ട്മെൻറ്റ്, വെജിറ്റബിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലോത്ത് ഗാർമെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ ലക്ഷ്യമുള്ള, അപ്പോൾ പ്രൊഡക്ഷൻ്റെ അതേ ലക്ഷ്യവും പോളിസീസും അല്ല സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ്, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തോടു കൂടിയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ഹെഡും ഒരു പ്ലാനും, ഒരൊറ്റ മാനേജറും ഒരു പ്ലാനും എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ പ്ലാനും ലക്ഷ്യവും ഹെഡും ഉണ്ടായിരിക്കണം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ അവരുടേതായ പ്ലാനും ഒബ്ജക്റ്റീവും ലക്ഷ്യവും ഹെഡും ഉണ്ടായിരിക്കണം. യൂണിറ്റി ഓഫ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വിച്ച് എംഫസൈസ് ഓൺ വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഞാൻ നേരത്തെ പറയുകയുണ്ടായി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. അത് മാത്രം തന്ന ചോദ്യം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ എന്ന കാര്യം സൂചിപ്പിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ചോയ്സ് തന്നിട്ട് ഓർഡർ, ഇക്വിറ്റി, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ആവരുത്. യൂണിറ്റി ഓഫ് കമാൻഡ് വേറെ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇവിടെ ഏതാണ് ഉത്തരം? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ആൻഡ് വൺ മാനേജർ, ഇതൊക്കെ യൂണിറ്റി ഓഫ് ഡയറക്ഷനാണ്. കഴിഞ്ഞ ലക്കവും ഈ ലക്കവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓൾഡ് വൺ. യൂണിറ്റി ഓഫ് കമാൻഡ്, ഡിവിഷൻ ഓഫ് വർക്ക്, ഡിസിപ്ലിൻ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മളിപ്പോൾ ഈ ലക്കത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഡിവിഷൻ ഓഫ് വർക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഡിസിപ്ലിൻ അതും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒരു 2 വീഡിയോകൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഓൾഡ് വൺ ഔട്ട് ഏതാണ്? നമുക്കറിയാം, ആദ്യത്തെ 3 ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിളാണ്. എന്നാൽ ലാസ്റ്റ് വൺ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ളത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്, FW ടൈലറിൻ്റെ ടെക്നിക്കാണ്. അപ്പോൾ ഓൾഡ് വൺ എന്നുള്ളത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. The next, advantages of unity of direction principle. Unity of direction principles ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് കോർഡിനേഷൻ. സ്ഥാപനത്തിൽ ഈ ആക്ഷനിൻ്റെയും കോർഡിനേഷൻ്റെയും ഒരു യൂണിറ്റി ഉറപ്പുവരുത്തുന്നു. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് സ്ഥാപനത്തിൽ മൊത്തം വർക്കുകൾ ഓവർലാപ്പ് ചെയ്യുന്നത് തടയുന്നു, കുറയ്ക്കുന്നു എന്നർത്ഥം. ദെൻ തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ്. അത് നമുക്ക് എല്ലാത്തിലും എഴുതാവുന്നതാണ്. എല്ലാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും മാനേജ്മെൻറ്റ് ടെക്നിക്കുകളും എല്ലാം എന്താണ്? ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഫോർ ദി സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ പോയിൻ്റ് കൂടെ എഴുതാവുന്നതാണ്. എല്ലാ പ്രിൻസിപ്പിൾസും എല്ലാ ടെക്നിക്കുകളും എന്താണ്? സ്ഥാപനത്തിൻ്റെ നല്ലൊരു ഫംഗ്ഷനിങ്ങിനെ സഹായിക്കുന്നു, ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു, എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതെല്ലാം നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. Next we are going to discuss about the difference between unity of command and unity of direction. Unity of command and unity of direction തമ്മിലുള്ള വ്യത്യാസം. 3 കോളം കൊടുക്കുക, 3 കോളങ്ങൾ കൊടുക്കുന്നു. ഫസ്റ്റ് കോളം പോയിൻ്റ് ഓഫ് ഡിഫറൻസ് അല്ലെങ്കിൽ ബേസിസ് ഓഫ് ഡിഫറൻസ്, സെക്കൻഡ് കോളം യൂണിറ്റി ഓഫ് കമാൻഡ്, തേർഡ് കോളം യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. പോയിൻ്റ് ഓഫ് ഡിഫറൻസിൽ ബേസിസിൽ ഫസ്റ്റ് പോയിൻറ്റ് മീനിങ്, രണ്ടിനെ മീനിങ് എഴുതുന്നു. അതിന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു, വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകാം. മീനിങ്, യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളതിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി ഷുഡ് receive orders from only one superior at a time and that employee should be answerable only to that superior. Then unity of direction, each group of activities having the same objective must have one head and one plan. Then second point, aim, അത് objective, ലക്ഷ്യം. യൂണിറ്റി ഓഫ് കമാൻഡിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഡ്യുവൽ സബോർഡിനേഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ അതിൻ്റെ നേരെയുള്ളത് കറസ്പോണ്ടിങ് ഉള്ളത് ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഇത് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസിൽ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ തേർഡ് പോയിൻറ്റ്, ഇംപ്ലിക്കേഷൻസ്.
യൂണിറ്റി ഓഫ് കമാൻഡിൽ ഇറ്റ് അഫക്ട്സ് ഇൻ ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി, ഇറ്റ് അഫക്ട്സ് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി, ഇതിൽ ഒരു വ്യക്തിയെ, ഒരു തൊഴിലാളിയെ മാത്രം എഫക്റ്റ് ചെയ്യുന്നു. എന്നാൽ യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ ഇറ്റ് അഫക്ട്സ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ, സ്ഥാപനത്തെ മൊത്തം അഫക്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപനത്തെ മൊത്തം അഫക്റ്റ് ചെയ്യും എന്നർത്ഥം. ഇതോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സും എല്ലാവർക്കും പതിവ് പോലെ നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും, കൊമേഴ്സുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം ഈ ചാനൽ ഷെയർ ചെയ്യുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുക. അതിലൂടെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ബാക്കി ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസിലെ ബാക്കി പ്രിൻസിപ്പിൾസുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.